ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ചധികം ടിപ്സുകളും ട്രിക്കുകളും ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ മക്കളെ, നമ്മൾ ആദ്യത്തെ ടിപ്പാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ ഇതാ കുറച്ച് ഇത് മട്ടരിയാണ് കേട്ടോ, റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങണ മട്ടരി. അപ്പോൾ നമുക്കൊക്കെ വെള്ളക്കാരുടെ ആയതുകൊണ്ട് 10 റുപ്യക്കാണ് കിട്ടലിട്ടാ. എന്നാലും ഇത് ഇട്ടാ പുട്ട് ചുട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചോറ് വെച്ചാലല്ലേ നമുക്ക് കഴിക്കാൻ പറ്റായുള്ളൂ. അപ്പോൾ കുറച്ച് നേരമല്ല, ഒരു 4-5 മണിക്കൂർ പൊതിർത്തിക്കാണ്ട് നമ്മൾ പൊടിക്കണ ജാറിലിട്ടുകാണ്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ അതല്ല കേട്ടോ നമ്മളെ ടിപ്പ്. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ നനച്ചുണ്ടാക്കി വന്നപ്പോൾ നമ്മളെ പുട്ടും കുറ്റിൻ്റെ ചില്ല് കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യല്, നമ്മൾ ഒന്നുകിൽ അയൽവാസിൻ്റെ അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ നമ്മളത് കുഴച്ച് കാണ്ട് പത്തിരി ചുടും. അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ പിന്നെ യൂസ് ചെയ്തതിന് ഒരു ടിപ്പാണിട്ടത്. അപ്പോൾ നമ്മൾ ചകിരി ഇട്ടത്. ചകിരി നമ്മൾ വിറക് കത്തിക്കണോണ്ട് നമ്മൾ അടുപ്പത്ത് തന്നെ ചകിരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുമൊന്ന് കുറച്ചെടുത്തുകാണ്ട് അതിൻ്റെ തുപ്പൊക്കെ കളഞ്ഞാൽ ഒരു പൊടി ഉണ്ടാവുമല്ലോ, അതൊക്കെ കളഞ്ഞുകാണ്ട് ഒന്ന് നല്ലോണം കഴുകിയിട്ട് പിന്നെ ഈ പുട്ടും കുറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കട്ടാ. അത് നന്നായി നല്ല കഴുകണം. കുറച്ച് ഒരു ഉണ്ടോര വേണം അതിൽ നല്ലോണം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലോണം വരുന്നതിന് ശേഷം അപ്പോൾ നമ്മളിതായി പുട്ടുംകുറ്റിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. കൈയൊക്കെ വൃത്തിയാക്കിയതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് മൂട്ടുകൂടി പോവില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മളൊരു കോലൊക്കെ ഇട്ടുകാണ്ട് അടിയിൽ കൂടി കൈ വെച്ചുകാണ്ട് നന്നായി അതിൽ നിന്നിക്കണമെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നിട്ട് നമ്മൾ പൊടി വാരിയിടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊടിയിൽ പിന്നെ രസം പത്തിരിപ്പൊടി കൂട്ടിട്ടത് കുറച്ച് നനക്കാണ്ടെങ്കിൽ കുറച്ച് നനക്കും ചെയ്യും. നല്ല രസമുള്ള പുട്ടാണ് ഇക്കാരം. അപ്പോൾ ഞാൻ അതും പറയുന്നുണ്ട് ഇതും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചില്ലില്ലെങ്കിൽ നമ്മൾ പുട്ട് ചൂടാതെ നിൽക്കണ്ട, ഇനി കുഴച്ചുകാണ്ട് പത്തിരി ഇടാനും നിൽക്കേണ്ട. തൽക്കാലം നേരത്തൊക്കെ നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്പാണ് ഇട്ടത്. അപ്പോൾ പണ്ടത്തെ നമ്മളെ ഉമ്മമാരൊക്കെ ചെയ്തതിനൊരു പണിയാണ് ഇട്ടത്. അപ്പോൾ നല്ല പുട്ടാണ് ഇക്കാരം, കുഴപ്പമൊന്നുമില്ല. ആവിയൊക്കെ വന്നിട്ട് ആവി വന്ന് നിങ്ങൾ കണ്ടില്ലേ, അങ്ങനെ ആവിയൊക്കെ വന്ന് ഇങ്ങോട്ട് കുത്തുണ്ട് നോക്കിക്കോളി. അപ്പോൾ ഒരടക്ക് ചകിരിത്തുപ്പാണ് ഈ കരട്ടാ, എന്നാലും നമുക്ക് 3 അടുക്ക് കിട്ടും. എന്നാലും നമ്മൾ ചില നേരത്ത് ഭയങ്കര ഉപകാരമാണ് ഈ കാരതേ. അപ്പോൾ ആ ടിപ്പാണ് ഇട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി അടുത്ത ടിപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ പിന്നെ മഞ്ഞുകാലം തണുപ്പ് കാലം ഇനി ചൂടൊക്കെ ആയി വരില്ലേ. അപ്പോൾ നമ്മൾ തേങ്ങ പൊളിച്ച് കൊടുങ്ങാണ്ട് തേങ്ങ പൊട്ടിച്ചുമ്പോൾ ചിലപ്പോൾ കൊട്ട അടർന്നു വരും. എന്താണെന്ന് വെച്ചാൽ ഇനി പിന്നെ വെള്ളം പറ്റിയ തേങ്ങ എണീക്കാരോ ഇപ്പോൾ കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ എന്താണെന്ന് ചെയ്യാമെന്നാ പൊളിച്ച് കൊണ്ടുവന്നുകാണ്ട് ആ തേങ്ങ മുങ്ങോളം കുറച്ച് വെള്ളത്തിലിട്ടേക്കുക. അപ്പം ഇനി നമ്മൾ ഏത് കൊട്ടത്തേങ്ങ ആണെങ്കിലും തുള്ളി വെള്ളം അതിൻ്റെ ഉള്ളിലില്ലെങ്കിലോ പിന്നെ നമുക്ക് ചിരണ്ടി എടുക്കണ പാകം കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടേക്കട്ടാ. അതൊരു അരമണിക്കൂറൊക്കെ ഇട്ടുവെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഇട്ടതിൻ്റെ ശേഷം നമ്മളിതാ അതിൻ്റെ ആ വലിയ കണ്ണുണ്ടല്ലോ, ആ കണ്ണിൻ്റെ അവിടെ ഒരു പിന്നെ കുട്ടികളൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്, പ്രായമുള്ളവർക്കൊക്കെ ഇതാ അറിയും. അപ്പോൾ ഈ വലിയ കണ്ണി എവിടെ നോക്കിക്കാണ്ട് ആ വലിയ കണ്ണിൻ്റെ നേരെ ഇങ്ങനെ ഒരു വരമായിട്ട് ഉണ്ടാക്കിക്കാണ്ട് അവിടെ വെട്ടിക്കൊടുത്താൽ മതി. അതിനി തുള്ളി വെള്ളമില്ലാത്ത തേങ്ങയാണെങ്കിലും വെള്ളമുള്ള തേങ്ങയാണെങ്കിലും നമുക്ക് കൊട്ടടരാതെ കിട്ടും. ചിരണ്ടി എടുക്കാനുള്ള പാകത്തിന് കിട്ടും. ചിരണ്ടിയുടെ ആവശ്യത്തിന് നമുക്ക് ചിരണ്ടി തന്നെ കിട്ടണ്ടേ. ചിലപ്പം പിന്നെ ചെത്തിക്കാണ്ടൊക്കെ അരക്കാനൊക്കെ എടുക്കേക്കാരം, എന്നാലും പിന്നെ നമുക്ക് ചിരണ്ടിയുടെ ആവശ്യത്തിന് ചിരണ്ടി തന്നെ കിട്ടണം. അപ്പോൾ അതിനിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അത് നല്ലൊരു ടിപ്പാണ്. ഇനി അടുത്ത ടിപ്പാട്ടത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉഴുന്ന് ദോശയൊക്കെ ചുടുകയാണെങ്കിൽ അപ്പോൾ അതിന് ഞാനിതാ ഒരു ഗ്ലാസ് പിന്നെ പച്ചരി ഇടും, ഒരു ഗ്ലാസ് മട്ടരി ഉണ്ടെങ്കിൽ ആ മട്ടരിൻ്റെ പ്രയോഗമായിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. ചിലർക്കൊന്നും മട്ടരി എന്താ ചെയ്യുക, ചോറ് വെച്ചാൽ തിന്നാൻ വയ്ക്കില്ല. അപ്പോൾ അതിന് നമ്മൾ വെള്ളത്തിലിടണം. അപ്പോൾ അതേ ഗ്ലാസ്സിന് തന്നെ ഉഴുന്ന് അത് വേറൊരു പാത്രത്തിൽ ഇട്ടേക്കും. അപ്പോൾ ഉഴുന്നും ലേസം 1 സ്പൂൺ ഉലുവിടും കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളത്തെ കളിയില്ല, നല്ല കൈകാണ്ടുണ്ടൽ. അപ്പോൾ നമ്മൾ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടത്. അപ്പോൾ തലേന്ന് മാവൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അതൊന്നും ഞാൻ വല്ലാതെ കാണിക്കണില്ല, അവർക്ക് എല്ലാവർക്കും അറിയണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. ഇഡ്ഡലി ഉണ്ടാക്കേണ്ടത് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഗ്യാസ് ലാഭിച്ചും കൂടി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിതാ മാവ് ഇതിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, ഇഡ്ഡലി തട്ടിൽ ഒഴിച്ച് കൊടുത്ത്. അപ്പോൾ ഇനി എന്താണ് നോക്കി. അപ്പോൾ ഇത് നമ്മളെ കുക്കർ വലിയ കുക്കർ കേട്ടോ. അങ്ങനെ വലിയ കുക്കർ നിങ്ങൾ ആരത്തെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ 1 വിസിൽ വന്നാൽ മതി. എന്നാൽ നമുക്ക് ഇനി 4 അട്ടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വേഗം വെന്തിട്ടാ. അപ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കാണി ഒരു തരി കയ്യിൽ വെച്ച് കാണ്ട് അതിന് മേലെ ഒരു പ്ലേറ്റ്, ഓട്ടറുള്ള പ്ലേറ്റ് ആണെന്നൊന്നുമില്ല, അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായപ്പോൾ വെച്ചെന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് കാണ്ട് അതിന് മേലെ നമ്മൾ ഈ തട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ എന്നാലും 1 വിസിലിൻ്റെ സമയം വരുള്ളൂ. ഇഡ്ഡലി ഉസാറായിട്ട് വേവിട്ടാ. അങ്ങനെ രാവിലെയൊക്കെ നമുക്ക് വേഗം ആയി കിട്ടും ചെയ്യും. പിന്നെ
ഗ്യാസ് ലാഭമാണ്. ഗ്യാസ് മറ്റേ ചെലിക്ക് വേകുമ്പോൾ കുറേ നേരം വേവണ്ടേ, ഇത് ഉസാറായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ വെന്തിക്കണ നോക്കിയപ്പോൾ നല്ല വെന്തിക്കണ് കേട്ടോ. അപ്പോൾ പിന്നെ ചിലവർക്കൊക്കെ ഉണ്ട് ഇത് ഈ ഇഡ്ഡലി തട്ടുന്ന് അടർത്തിയിട്ട് കിട്ടണില്ല എന്നൊരു പരാതി. പിന്നെ അടർത്തിയിട്ട് കിട്ടണില്ല, നേർക്ക് കിട്ടണില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ ഒരു തുള്ളി വെള്ളം നമ്മളെ കൈമലാക്കിക്കാണ്ട്, വെള്ളം തീരെ പാടില്ല കേട്ടോ, വെള്ളം നല്ല നയിങ്ങാണ്ട് ഇതിലിങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക, കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് സിമ്പിളായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കുടഞ്ഞു കൊടുത്തുകാണ്ട് അടോക്കി ഉസാറായിട്ട് വേഗം കൈകൊണ്ട് തന്നെ എടുത്താൽ മതി, ഒരു സ്പൂണാ ഒന്നും വേണ്ട, കൈകൊണ്ട് ഇങ്ങനെ എടുത്താൽ തന്നെ ഇഡ്ഡലി പോരുട്ടാ. അപ്പോൾ നമ്മൾ കൈകൊണ്ട് വല്ല ഒന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ കുടഞ്ഞാണ്ട് ഒരു മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളുണ്ട് എടുത്താൽ നമ്മളെ കൈകൊണ്ട് തന്നെ ഉണ്ട് സാറായിട്ടാണ് പോരും. നല്ല ഇഡ്ഡലി കിട്ടും ചെയ്യും. മറ്റേ ഇഡ്ഡലി നന്നാവാഞ്ഞ പിന്നെ ഉള്ളൊക്കെ നന്നായിക്കോ, നല്ല കീറി പറഞ്ഞുകൊണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ വേറെ മുന്നിൽ വെച്ച് കൊടുക്കാൻ മടിയാണല്ലോ. അപ്പോൾ ഈ മട്ടേരി കൂട്ടി ഇഡ്ഡലി നല്ല ടേസ്റ്റാട്ടാ. എന്താ വെച്ചാൽ നമുക്ക് ഈ കറിയൊന്നും വേണമെന്നില്ല, കറിയൊന്നും ഇല്ലാതെ തന്നെ ഞാനൊക്കെ കാൽച്ചായ്ക്ക് തന്നെ കൂട്ടും. നല്ലൊരു ഉറപ്പും നിലയും ഒക്കെ ഉണ്ടായിക്കൊണ്ടാണിത്. നമ്മൾ ചോറ് കൂട്ടുന്നതിനെക്കാട്ടിയോ അരിയില്ലെങ്കിൽ പിന്നെ ചോറാണ് കൂട്ടലിട്ടാ, മട്ടരി ഇല്ലെങ്കിൽ ചോറ് കൂട്ടും, മട്ടരി ഉണ്ടെങ്കിൽ ഞാൻ മട്ടരി തന്നെ കൂട്ടൽ. ഇനി അടുത്ത ടിപ്പാട്ടത്, ഇത് 2 കിലോ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങണ ആട്ടപ്പൊടിയാണ്. ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആട്ടപ്പൊടിയല്ലേ കിട്ടുള്ളൂ, ലൂസായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതുകൊണ്ട് ചപ്പാത്തി ചുട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ മൈദപ്പൊടി കൊണ്ട് ചപ്പാത്തി ചുട്ട മാതിരിയാണ്. എല്ലാവർക്കും അറിയിക്കാരോ, ഇത് കുറച്ച് വില ആക്കണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ടതിൽ പിന്നെ ഈ പാക്കറ്റ് പൊടി കൊണ്ട് ചുട്ടാൽ നല്ല ചപ്പാത്തി ആവും ചെയ്യും. ഇത് പക്ഷേ ഇതൊരു 2-3 ദിവസത്തിനല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ചെയ്യേണ്ടത് നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മളിതാ പിന്നെ ഇതാണ് തരിച്ചേട്ടാ, ആദ്യം ഇതുകൊണ്ട് തരിച്ചെടുക്കുക. ഇത് പിന്നെ ലൂസ് വാങ്ങിയ പൊടി, ഇത് 2 കിലോ ഉണ്ട്, ഇത് നമ്മളുണ്ട് തരിച്ച് വെക്കുകയാണ്. അപ്പോൾ തരിക്കണൊക്കെ ഞാൻ കുറേ ശേരം കാട്ടണുള്ളൂ, നിങ്ങളാരും ബുദ്ധിമുട്ടിക്കണില്ല, വേഗം പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുണ്ട് തരിച്ചെടുത്ത് ഒന്നായിട്ടാണ് തരിച്ചിട്ടാ. തരിച്ചതിന് ശേഷം നമ്മളിതാ ആ പാക്കറ്റ് പൊടി ഉണ്ടല്ലോ അത് പൊട്ടിച്ച് കാണ്ട് അതും ഇതിക്കണ്ട് ഞാൻ തട്ടിൽ എല്ലാം കൂടി കൊള്ളൂല. അപ്പോൾ വിചാരിച്ചാണ് പിന്നെ ചെമ്പട്ടിക്ക് ആക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരുവിധം ഒരാളിന് മുഴുവനും ചപ്പാത്തിയല്ല രാത്രി തിന്നേണ്ടത്, പിന്നെ ചോറ് ഒരു നേരമല്ലേ കഴിക്കണുള്ളൂ. ഇപ്പോൾ കുട്ടികൾക്ക് വരെ ചപ്പാത്തി രാത്രിയാകുമ്പോൾ പറ്റണുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു ഈട് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടെ നമ്മൾ പറയേണ്ടത്. ഈ പാക്കറ്റ് പൊടിക്ക് നല്ല വിലയാണ്, അതെല്ലാവർക്കും അറിയാം, അത് നല്ല ചപ്പാത്തിയാണ് ഈ കാരം. അപ്പോൾ ഇതും ഇതിക്കണ്ട് കൂട്ടി തരിക്കുകയാണ്. അപ്പോൾ അതും ആയിക്കണ്ട് നന്നായി കൂട്ടി തരിച്ച് കാണ്ടിഞ്ഞ് നല്ലോണം ഞാൻ ചട്ടകം കൊണ്ട് നല്ലാണ്ട് ഇളക്കട്ടാ. ഈ ഇടകലർത്തി തരിച്ചിട്ട് കുഴപ്പമില്ല, അതും തരിച്ച് അങ്ങനെ അയച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ 2-2 അങ്ങ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അങ്ങനെ തരിച്ചതാണ്. അപ്പോൾ അതാ നല്ലാണ്ട് ഇളക്കി ഒരേപോലെ യോജിപ്പിച്ച് കേട്ടാ. അപ്പം എന്നാൽ നമ്മൾ ഈ ഇതുകൊണ്ട് ചപ്പാത്തി ചുട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പാക്കറ്റ് പൊടി കൊണ്ട് ചപ്പാത്തി ചുട്ടമാതിരി തന്നെ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ചെയ്ത് നോക്കി. അപ്പം നമുക്ക് കുറേ ദിവസത്തിന് ഉണ്ടാവും ചെയ്യും. മറ്റേ ഇപ്പോൾ ഒരു പാക്കറ്റ് കൊടുന്നാൽ ഒന്നോക്ക് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അത്ര ഇതിലേ നമുക്ക് കിട്ടണുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിലവ് ചുരുക്കാനും നല്ലൊരു ടിപ്പാണിത്, ഉപകാരമുള്ളവർക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഇപ്പം അങ്ങനെ ചെയ്യൽ എന്താ വെച്ചാൽ ഡെയിലി നമുക്ക് ചപ്പാത്തി ചൂടണം. അപ്പോൾ ഒരു പാക്കറ്റ് പൊടി ഒന്നും കൊണ്ടുവന്നാലൊന്നും എവിടേക്ക് എത്തണില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യൽ. അപ്പോൾ എനിക്കത് നല്ല യൂസ്ഫുൾ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ അത് ഒക്കാണ്ട് ഇതാക്കിക്കാണ്ട് നല്ല ടിന്നിൽ വെച്ച് മൂടിയിരിക്കണം. ഇനി അടുത്ത ടിപ്പാട്ട വരുന്നത്, അപ്പോൾ നമ്മളെ കുക്കറിൻ്റെ ഈ സ്ക്രൂ ഇങ്ങനെ ഇളകിക്കൊണ്ടല്ലേ എല്ലാവരും ഉണ്ടാവും ഈ കാര്യം, ഇങ്ങനെ ഈ സ്ക്രൂ ഇങ്ങനെ ഇളകിക്കൊണ്ട് നിൽക്കും. അപ്പോൾ നമ്മളിതാ അതിന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്ക്രൂ വേണ്ടി കഴിക്കണ്ടേ, നമ്മൾ ഈ സ്ക്രൂ ഇങ്ങനെ ഇളകിക്കൊണ്ട് നിന്നാൽ ഗ്യാസ് ആവി ഇങ്ങനെ പുറത്തേക്ക് പോവും, ചിലപ്പോൾ സാധനം കരിയും, വെള്ളം വറ്റിക്കാണ്ട് അങ്ങനെയൊക്കെ എല്ലാവർക്കും വരലുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇത് ഒന്നായിട്ടാണ് കഴിച്ചെടുത്തിട്ടാ. അപ്പോൾ ഞാൻ ഇതാ ഒരു 5 റുപ്യേൻ്റെ ഒരു പിന്നെ ചുണ്ണാമ്പ് അല്ലേ ഈ ചെറുമാരി കടയിലൊക്കെ ഉണ്ടാവും ഇത്. അപ്പോൾ ഈ ചുണ്ണാമ്പ് ഞാൻ കൊണ്ടുവന്ന് വെക്കലുണ്ട് കേട്ടോ. കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ഇത് എപ്പോഴൊന്നും വേണ്ട, ഇത് ഒരിക്കൽ ചെയ്താൽ നമ്മൾ ഒരു 2-3 മാസത്തിന് പിന്നെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇതിന്മേൽ നല്ല അതിൻ്റെ ആ സ്ക്രൂമിൽ നല്ലോണം പറ്റിക്കാണ്ട് ഇത് ഇനി ബൈക്ക് കയറ്റി കൊടുക്കാണ് കേട്ടോ. അങ്ങനെ ആയാൽ പിന്നെ ഇത് ആ ഇളക്കത്തിന് ആക്കണ്ടാവും, നല്ലോണം മുറുകി നിൽക്കും ചെയ്യും. അല്ലാഞ്ഞ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളകി കൊടുക്കും. നമ്മൾ സ്ക്രൂ ഡ്രൈവർ എപ്പോഴും നമ്മളെടുത്ത് മാണ്ടി വരും. ഇതിങ്ങനെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തന്നെ കേട്ടോ ഞാൻ ഇതിലേക്ക് ആക്കേണ്ടത്. അപ്പോൾ നല്ലോണം ഉണ്ട്, അത് കുക്കറിൻ്റെ ഉണ്ട് മൂടിൻ്റെവും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു ടിപ്പാണ്. എല്ലാവർക്കും കുക്കറില്ലാതെ ഇപ്പോൾ ആർക്കും കഴിയില്ലല്ലോ. അപ്പോൾ അത് നല്ലോണം മുറുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി അടുത്ത കാലത്തൊന്നും ആ കുക്കറിൻ്റെ സ്ക്രൂ ഇളകൂല. പിന്നെ അതിൻ്റെ വാഷർ പിന്നെ
ഫ്രീസറിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി. അയവുണ്ടെങ്കിൽ ഊരിങ്ങാണ്ട് ഫ്രീസറിൻ്റെ ഉള്ളിൽ വെച്ചാൽ നല്ല തണുത്ത് വരുമ്പോൾ ആ ടൈറ്റ് ആയിക്കോളൂ കേട്ടോ. ചിലർക്കൊക്കെ അറിയാം, പിന്നെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടില്ല എന്നുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ലൂസ് അയവൊക്കെ കണ്ടാൽ പിന്നെ ഫ്രീസറിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ നേരമൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ കുറച്ച് കഴിഞ്ഞാണ്ട് എടുത്തുകൊടുന്നാൽ പിന്നെ വാഷർ അയവുണ്ടെങ്കിൽ അത് ശരിയായി കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. ഇത് നല്ലത് ഈ ചുണ്ണാമ്പിട്ടുകാണ്ട് മുറുക്കിയിട്ടുണ്ടെങ്കിലേ പിന്നെ നമ്മൾ ഇതിട്ടുകാണ്ട് ഇളക്കേണ്ടി വരും, അത്ര ടൈറ്റിൽ നിൽക്കും ഇത്. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പ്, നമ്മളെ മെയിൻ ടിപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ അതാ നമ്മളെ കറിയാണിത്, ചെമ്മീക്കറി ഇട്ടത്. അപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങ അരച്ച് പാരുന്നുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് പാരുന്നിട്ടാ. അപ്പോൾ ഇതിലേക്കൊന്ന് കുറച്ച് വെള്ളം ഏറി. അപ്പോൾ ചാറ് ഇങ്ങനെ വെള്ളം ഏറിയാൽ പിന്നെ ഇങ്ങനെ ലൂസായി നിൽക്കല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടിയെന്നാ, ഒരു അര സ്പൂണ് പിന്നെ അരിപ്പൊടി അത് ഒരു പാത്രത്തിലിട്ട് കാണ്ട് ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം തീക്ക് മുക്കിക്കാണ്ട് ഒന്ന് നല്ലോണം ആ കട്ട ഉടച്ച് നീ കൊഴിച്ച് കൊടുക്കണം. അതിന് അരിപ്പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ എന്ത് പൊടിയായാലും മതി. അപ്പോൾ അതിൽ നിന്ന് തന്നെ എടുത്തുകാണ്ട് ഒഴിക്കേണ്ടതാണ് കേട്ടോ, വെള്ളം കൂടണ്ടെന്ന് വിചാരിച്ചുകാണ്ട്. അപ്പോൾ നല്ല കട്ട ഒടിയണം, ആർക്കും അത് അറിയാൻ കഴിയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം നമുക്ക് രക്ഷപ്പെടും ചെയ്യാം, വെള്ളം ഏറിയൊക്കെ ചെയ്താൽ അതിന് വേണ്ടിയിട്ടാണ് കേട്ടത്. അപ്പോൾ നമ്മളിവിടെ 2 ടിപ്പായിട്ടാണ് കാണിച്ചിട്ടുണ്ടത്. ഇത് ഒരു ടിപ്പ് കഴിഞ്ഞ് അടുത്ത ട്രിക്കാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഈ കറി തന്നെ അപ്പോൾ നമ്മൾ ചോറ്റിലൊക്കെ തലമുടി കൊഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലയിൽ മുടി കാണുന്ന മാതിരിയല്ല, ഭക്ഷണത്തിൽ മുടി കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, അർപ്പുള്ളവർ തന്നെയാണ് ഈ കാരം. അപ്പോൾ ഈ കുടുങ്ങാതെ നിൽക്കാൻ എന്താ പണിയെന്നാ, ഈ കറിവേപ്പിലുണ്ടല്ലോ അത് നമ്മൾ ഇല്ലയാണെങ്കിൽ അത് അച്ചേൽക്ക് ഇട്ട് കൊടുക്കുക, ഈരാതെ. അത് നമുക്ക് തൂമ്പോടൊക്കെ ഞാൻ അങ്ങനെ ഈ തൂമ്പ് ഒടിച്ചെടുങ്ങാണ്ട് അച്ചേൽക്ക് ഇടലാണ് ഇതിൽ. എന്നിട്ട് പിന്നെ കറിയൊക്കെ കഴിഞ്ഞതിൻ്റെ രസം എടുക്കൽ അല്ലെങ്കിൽ വറവിടണ നേരത്ത് അപ്പോൾ അതുകൊണ്ട് എടുത്ത് മാറ്റും. എടുക്കുമ്പോൾ നമ്മൾ കറിയിൽ നല്ല ഒന്നാണ്ട് ചുറ്റിച്ചുക. അപ്പോൾ മുടി ഉണ്ടെങ്കിൽ ആ കറിവേപ്പിലമ്മലാണ് പോന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നല്ല ചുറ്റിച്ച് കാണ്ട് എടുക്കുക വറവിടണീൻ്റെ മുമ്പായിട്ട്. ഞാൻ ചിലപ്പോൾ അങ്ങനെ എടുക്കലില്ല, അതിൽ തന്നെ ഇങ്ങനെ കിടക്കും. പിന്നെ നമുക്ക് വറവിൻ്റെ സ്വയമാണെങ്കിൽ കുറച്ച് ഈരിങ്ങാണ്ട് വറവിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ആദ്യം ഇടേണ്ടത് ഇതിങ്ങനെ ഇട്ടേക്കുക. അപ്പോൾ വല്ല മുടി, ഇപ്പോൾ എല്ലാവർക്കും മുടി കൊയ്യണ കാലല്ലേ. അപ്പോൾ നമ്മൾ പെരിയിൽ ആരെങ്കിലും പ്രത്യേകിച്ചൊക്കെ ഉണ്ടെങ്കിലും ആണുങ്ങൾക്കായാലും ഒക്കെ എല്ലാവർക്കും ഒരു അർപ്പണിക്കാരോ പിന്നെ ആ ഭക്ഷണത്തിൻ്റെ രുചി തന്നെ ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പോൾ അതാ ഞാൻ അടുത്ത ടിപ്പായിട്ട് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമ്മളെ അടുക്കളയിൽ ഒരു നോട്ട് പുസ്തകം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറിൻ്റെ എന്തെങ്കിലും വെക്കേണ്ടത് നല്ലതാട്ടോ. ഒരു വില കുറഞ്ഞൊരു പെന്ന്, വില കുറഞ്ഞതെന്ന് അറിയാൻ നല്ല പെന്നായാൽ കുട്ടികൾ എടുത്തു കൊണ്ടുപോകും. അപ്പോൾ ഒരു നോട്ട് പുസ്തകം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ അപ്പോൾ ഓർമ്മ ഉണ്ടാവും, അപ്പം തന്നെ വേണ്ടി എഴുതി വെക്കുക. അപ്പോൾ എന്നാൽ നമുക്ക് നല്ലൊരു പിന്നെ ഓർമ്മ കിട്ടും, കുട്ടികൾക്കായാലും പറഞ്ഞു കൊടുക്കട്ടെ. ഇനി ഇതാ അടുത്ത ടിപ്പ്. ഇപ്പോൾ ഈ മഞ്ഞുകാലമായപ്പോൾ നല്ല ചുമ ഉണ്ടല്ലോ എല്ലാവർക്കും, ചുമ ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിക്കണം, അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. നല്ല നാടൻ മഞ്ഞൾ കേട്ടോ നമ്മളെ മഞ്ഞൾ. അപ്പോൾ മഞ്ഞൾപ്പൊടി അതൊരു അര സ്പൂൺ ഇട്ടുകാണ്ട് അതിക്ക് പിന്നെ ഒരു ചെറിയ സ്പൂണിന് പിന്നെ ഇത് തേന് അത് കലക്കിക്കാണ്ട് നമ്മൾ അതിരാവിലെ ഇങ്ങനെ നാവുമ്പിൽ തേച്ചുകാണ്ട് അത് കഴിച്ചാൽ മതി. എന്നാൽ നല്ല തൊണ്ടവേദന, കഫക്കെട്ട്, ചുമ എല്ലാത്തിനും നല്ല സുഖം കിട്ടുട്ടാ. നല്ല ഇപ്പം ഈ മരുന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമുള്ള കുരൻ്റെ മരുന്നൊക്കെ. അപ്പോൾ ഇത് നമ്മൾ നല്ല ആസ്വദിച്ച് കഴിക്കട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ മോക്കൊക്കെ ചുമ മാറാത്ത ചുമ ഉണ്ടെങ്കിൽ അതൊക്കെ ഒക്കെ മാറി കിട്ടി. ഇത് നല്ലൊരു മരുന്നാണ്. അപ്പം അങ്ങനെ ചുമക്കെ കുട്ടിയാക്കുക വലിയവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ടാണ്. നല്ല നാടൻ മഞ്ഞപ്പൊടി ആട്ടെ നമ്മളെ മഞ്ഞപ്പൊടി. അപ്പോൾ അതിൽ ലേശം തേന് കലക്കിക്കാണ്ട് നല്ലോണം കൈകൊണ്ട് കലക്കിക്കാണ്ട് പിന്നെ അതിരാവിലെ ആയിട്ട് കഴിക്കാൻ നല്ലത് വെറും വയറ്റിൽ നല്ല സുഖം കിട്ടും തൊണ്ടക്കൊക്കെ. അപ്പോൾ നമ്മളെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്, മടിച്ച് നിൽക്കരുത്. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഇട്ടുകാണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.